ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. അജോടിന് ചോറ് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ ചക്ക എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയൽ വെക്കണം. ചക്ക അവിയൽ കുറച്ച് ദിവസം വിചാരിക്കുന്നു ചക്ക കിട്ടിയ അവിയൽ വെക്കണമെന്ന്. എനിക്ക് ചക്കയരിശ്ശേരിയും ചക്ക അവിയലിനോടൊക്കെ ഇഷ്ടം. ചക്ക അവിടെ നിന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കിന് കുറച്ച് തേങ്ങ തിരുമ്മി അവിയലിനുള്ള അരപ്പരച്ചെടുത്തു. അതോട് ചേർത്ത് ചക്കയിൽ നല്ലവണ്ണം ഇളക്കി പിന്നെയും അടപ്പടച്ച് വെച്ചു. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ. ഇവിടെ ഞാൻ കിറ്റ് വാങ്ങിക്കാറില്ല, വാങ്ങിച്ചാൽ അധികമാവും. ഒരു സാമ്പാർ തന്നെ ആദ്യത്തെ ദിവസം കൂട്ടും, രണ്ടാമത്തെ ദിവസം ആർക്കും വേണ്ട. കറിവേപ്പില ഉപ്പ് വിട്ട് അവിയൽ ഒന്നുകൂടി ഇളക്കി വെച്ചു. വൃത്തിയാക്കി എടുത്ത പച്ചക്കറി നല്ലോണം കഴുകിയെടുത്തു. അപ്പോഴേക്കും അടുപ്പിലിരുന്ന അവിയൽ സെറ്റായി. അതൊന്ന് ഇറക്കി വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും കിഴങ്ങ് കറിയും റെഡിയാക്കാം. ഇവിടെ തവയിലാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. ഇവിടെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പം ആർക്കും വേണ്ട. അതിൻ്റെ നടുവിലുള്ള ഭാഗം മാത്രം എപ്പോഴും മാറ്റി വെക്കും. എങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതല്ലേ നല്ലത്. രണ്ടാമത്തെ അടുപ്പിലേക്ക് കറിക്കുള്ള കിഴങ്ങ് ഉള്ളി ഞാൻ വേവിക്കാൻ വെച്ചു. അവരോട് എഴുന്നേറ്റ് വന്ന സമയം പിന്നെ ഒരു ഓട്ടമാണ്. എത്ര നേരത്തെ എഴുന്നേറ്റാലും എല്ലാവരും കൂടെ അവസാനം ഒരു ഓട്ടമുണ്ട്. എത്ര വിചാരിച്ചാലും ആ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. വലിയ മടിയോടെയോ ഓങ്കാരി രാവിലെ എഴുന്നേറ്റ് വന്നത്. കുറേ നേരം അമ്മയുടെ കൂടെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അവനെ ഒരുവിധം നിർബന്ധിച്ച് പല്ല് തേപ്പിക്കാനൊക്കെ പറഞ്ഞു വിട്ടു. കിഴങ്ങ് ഉള്ളിയും വേവിച്ചെടുത്ത കുക്കറിലേക്ക് സാമ്പാറിന് കൂടി കഷ്ണങ്ങൾ വേവിക്കാൻ ഞാനങ്ങ് വെച്ചു. അച്ഛനും മോനും അപ്പുറത്ത് എന്തെടുക്കുകയാണോ എന്തോ. പല്ല് തേക്കാൻ പറഞ്ഞു വിട്ട് അവിടെ ഇവിടെ പോയിരിക്കും ഓങ്കാരി. അജ്ജോണാണെങ്കിൽ രാവിലെ തന്നെ ഫോണിൽ. അങ്ങനെ കുറേ നേരം ഇരുന്ന് സമയം കളയും. പിന്നെ അവസാനം ഇറങ്ങിയ ഒരു ഓട്ടം. കഴിക്കത്തുമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്നത് വെറുതെ. ഈ സമയത്ത് ഒന്ന് രണ്ട് കൈയൊന്നും പോരെന്ന്. കറിക്ക് കടു വറുത്തു. അങ്ങനെ രാവിലത്തെ കറിയും റെഡി. അവിയലായി, സാമ്പാറായി, ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പവും കറിയുമായി. ഞാൻ മറന്നുപോയി ഈ ചോറ് ഇതിൽ നിന്ന് എടുത്ത് ഊറ്റി വെക്കാൻ. എന്നും ഇങ്ങനെ അവസാനം ചോറ് കെട്ടാൻ എടുക്കുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ചോറ് ഇറക്കി വെച്ചില്ലല്ലോ. പൊതി കെട്ടാൻ ഞാൻ പിന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് അജ്ജുവേട്ടനെയും കൂടി കൂട്ടിന് വിളിച്ചു. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഒരാൾ ഒറ്റയ്ക്ക് കഴിക്കുമെന്ന്. ഇത് ഒരാൾക്കുള്ളതല്ല കേട്ടോ, അവർ കൂട്ടുകാർ 2-3 പേർ ചേർന്ന് കഴിക്കുന്നത്. അച്ഛനും മോനും റെഡിയായി ഹെൽമെറ്റൊക്കെ വെച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് രണ്ടുപേരും പോയി. അങ്ങനെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു എന്ന് സമാധാനിക്കാൻ വരട്ടെ. ഇനിയാണ് ജോലി. പാത്രമൊക്കെ കഴുകണം. റൂമൊക്കെ യുദ്ധക്കളമാണ്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.